ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രുചികരവും സ്വാദിഷ്ടവുമായ ഒരു മീൻകറി റെസിപ്പിയുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ഫിഷ് കറി റെഡിയാക്കാം. ഫിഷ് കറി വെക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കടൽബ്രാലാണ്. കടൽബ്രാൽ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തേക്കണതാണിത്. ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം. മൺചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്. പിന്നെ ആവശ്യത്തിനുള്ള ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കൂടിപ്പോവരുത്, അപ്പോൾ നമുക്കൊരു കയ്പ്പ് വരും കറികളിൽ. അപ്പോൾ കുറച്ചേ ഇട്ട് കൊടുക്കാവൂ. ഇനി ഉലുവയെല്ലാം നന്നായി പൊട്ടി വരുമ്പോഴേക്കും ചുമന്നുള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചെടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മസാലകളെല്ലാം നമ്മുടെ മീനിൽ നന്നായി പിടിക്കും. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്ക് ഇതെല്ലാം വഴറ്റി കൊടുക്കാം. ഉള്ളിയുടെ എല്ലാം നന്നായി ഒരു കളറ് മാറി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ഞാൻ 2.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യമുള്ള മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയെല്ലാം നന്നായി വാടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കുടപ്പുളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളച്ച ശേഷം ഒന്നും കൂടി ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീനൊന്ന് തിളച്ച ശേഷം ഇത് ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം, നല്ലതാണ്. ഇളക്കിക്കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. വേവ് കുറവുള്ള മീനാണിത്. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മീൻ കറി എപ്പോഴും പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരുന്നതാണ്. രുചികരമായ ബ്രാല് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മീൻ കറി വെക്കുമ്പോൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ.